ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അഡോബ് ഫയർഫ്ലൈ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന അഡോബിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആക്കി വരുന്നത്. അതിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം, ഇന്ത്യ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് വരും. സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ജിമെയിൽ ഉപയോഗിച്ചോ ഫേസ്ബുക്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജിമെയിൽ ഉപയോഗിച്ചാണ് സൈൻ ഇൻ ചെയ്യുന്നത്. അതിൽ ടെസ്റ്റ് ടു ഇമേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കി വരുന്നു. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എ ജോർജിയസ് മലയാളം ഗേൾ ഡ്രസ്ഡ് ഇൻ എ ട്രഡീഷണൽ ഓണം ഔട്ട്ഫിറ്റ് സറൗണ്ടഡ് ബൈ കളർഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഡെക്കറേഷൻ എന്നാണ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ നിരവധി ചിത്രങ്ങൾ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. എ സ്റ്റണ്ണിങ് കേരള ഗേൾ ഇൻ എ കണ്ടംപററി ഔട്ട്ഫിറ്റ് പോസിങ് അഗൈൻസ്റ്റ് എ വൈബ്രൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ കേരള എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പുതിയ കുറേ ചിത്രങ്ങൾ അപ്ലോഡായിട്ട് വരുന്നുണ്ട്. എല്ലാം മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതുമാതിരി ഏത് ചിത്രവും നമുക്ക് ടെക്സ്റ്റ് വഴി ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. നമുക്ക് വേറൊരു പ്രോംപ്റ്റ് കൂടി കൊടുത്തു നോക്കാം. എ ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ ഇൻ എ മോഡേൺ ഔട്ട്ഫിറ്റ് എന്നാണ് ഇപ്പോൾ കൊടുത്തത്. അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. ഇതാ മനോഹരമായ കുറച്ച് ചിത്രങ്ങൾ കൂടി AI ജനറേറ്റഡ് പിക്ചർ ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം വിത്ത് ബുക്സ് ഇൻ ഹാൻഡ് എന്ന് കൊടുത്തപ്പോൾ വരുന്ന ചിത്രങ്ങൾ നോക്കൂ. എല്ലാം മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അഡോബിൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ജനറേറ്റ് എക്സ്പാൻഡ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അതിൽ നമുക്ക് ഇൻസർട്ടിൽ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുക. ബ്രഷിൻ്റെ സൈസൊക്കെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നമുക്കവിടെ ഇവിടെ ഒരു ഇൻസർട്ട് ചെയ്യണം, ഇവിടെ ഇൻസർട്ട് ചെയ്യണം. നമുക്ക് എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ എന്ത് ഇൻസർട്ട് ചെയ്യണമെന്ന് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ക്രോക്കഡൈൽ എന്നാണ് ടൈപ്പ് ചെയ്തത്. ടൈപ്പ് ചെയ്തപ്പോൾ അത് ജനറേറ്റായി വരുന്നത് ക്രോക്കഡൈൽസ് വന്നിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആപ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്ത് അവിടെ ഇടാവുന്നതാണ്. മോറിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും കുറച്ച് ചിത്രങ്ങൾ കൂടി അത് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ സൈഡിൽ ഞാനൊരു ആനയെ കൂടി ഇടാൻ പോവുകയാണ്. അവിടെ എലിഫൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്താണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. അവിടെ നിരവധി ആനയുടെ ചിത്രങ്ങൾ AI ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിത് കീപ്പ് ചെയ്യാം. ഇനി ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കാം, നമുക്ക് വലുതാക്കാം. ഞാനിവിടെ ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കിയിട്ട് 2 സൺഗ്ലാസ് കുട്ടികൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. AI എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്കിവിടെ നോക്കാം. ബ്രഷിൻ്റെ സൈസ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് വെച്ച് ബ്രഷ് വെച്ച് ക്ലിക്ക് ചെയ്യുക. ബ്രഷ് സൈസ് കറക്റ്റിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെർഫെക്ഷൻ ലഭിക്കുകയുള്ളൂ. സൺഗ്ലാസിൻ്റെ സ്ഥലത്ത് അത് ബ്രഷ് വെച്ച്
സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സൺഗ്ലാസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്താണ് AI ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ സൺഗ്ലാസ് ഉള്ള നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. മനോഹരമായ പെർഫെക്ഷനോടുകൂടിയാണ് എല്ലാം AI നമുക്ക് ചെയ്തു തരുന്നത്. ഇത് നമുക്ക് കീപ്പ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് റിമൂവ് ഓപ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രഷിൻ്റെ സൈസ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ കുട്ടികളുടെ വാച്ച് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. റിമൂവ് ചെയ്യാവുന്ന വാച്ച് ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ടുവന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിമൂവ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ അത് വാച്ച് റിമൂവ് ചെയ്തിട്ടുള്ള നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ നമുക്ക് സെലക്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസെർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് വേണമെന്ന് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് AI അഡോബ് ഫയർഫ്ലൈ ചേഞ്ച് ചെയ്ത് നമുക്ക് ഫോട്ടോ തിരിച്ച് തരുന്നതായിരിക്കും. ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതാ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. നിരവധി ചിത്രങ്ങളാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അഡോബ് നമുക്ക് തരുന്നുണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും പുതിയ ചിത്രങ്ങൾ AI നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഞാനിപ്പോൾ ഈ ചിത്രങ്ങളല്ലാതെ വേറെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിന് വേണ്ടി ന്യൂയോർക്ക് സിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. പ്രോംപ്റ്റിൽ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ന്യൂയോർക്ക് സിറ്റി വേണമെന്ന പ്രോംപ്റ്റാണ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നത്. അത് എങ്ങനെയാണ് AI ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ജനറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജുകൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതാ ന്യൂയോർക്ക് സിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള നിരവധി ഇമേജുകളാണ് അഡോബ് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു ആന ബാക്കിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാം. നമുക്ക് റിമൂവ് ഓപ്ഷനിൽ ബ്രഷ് എടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ഏതൊക്കെ ഭാഗമാണ് റിമൂവ് ചെയ്യാവുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റിമൂവ് എന്ന ബട്ടണിൽ നേരെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് റിമൂവായി വന്നത് കണ്ടോ. നല്ല പെർഫെക്ഷനിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എക്സ്പാൻഡ് എന്നുള്ളതിൽ നമുക്ക് ചിത്രത്തിൻ്റെ സൈസ് ലാൻഡ്സ്കേപ്പ് ആണോ വൈഡ് സ്ക്രീൻ ആണോ എന്നൊക്കെ ചെയ്യാനാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക. നമസ്കാരം.